പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. റെഡ് കളറുള്ള സ്നേക്ക്, അതുപോലെ യെല്ലോ, ബ്ലാക്ക്, വൈറ്റ്, ഈ സ്നേക്കൊക്കെ നമ്മളെയുള്ള സ്നേക്കാണ്. എല്ലാവരും കണ്ടില്ലേ സ്നേക്ക്? നമ്മളില്ലാത്തൊരു സ്നേക്കാണ് ഗ്രീൻ പൈത്തൺ. അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞ് എനിക്ക് ഗ്രീൻ പൈത്തൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളെന്നെ പറഞ്ഞത് ഞാൻ എനിക്കൊരു ഗ്രീൻ പൈത്തനെ വരച്ചു തരാമെന്ന്. അപ്പോൾ ഇത് അതിൻ്റെ വീഡിയോ ആണ്, അപ്പോൾ നമുക്കൊന്ന് കാണാം. ആളിത് പറഞ്ഞ് അപ്പം തന്നെ നേരെ ഒരു പെൻസിലിൻ്റെ അടുത്ത് വരണ്ട് തുടങ്ങി. ടപ്പേന്ന് പറഞ്ഞിട്ട് എന്ത് രസമായിട്ടാണ് വരക്കണം ആള്. ഈ സമയത്താണെന്നല്ല സ്കൂൾ പാക്കേജും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിള്ളേരെല്ലാവരും അന്തം വിട്ടുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. ഇത്രയും അടിപൊളിയായിട്ട് വരക്കുന്നുണ്ടല്ലോ പറഞ്ഞു. ഏതാണ്ട് നമ്മളെ പാമ്പിന്റെ തലയും വാലൊക്കെ ഏതാണ്ട് ആള് വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളാണ്ട് തുടങ്ങിയിട്ട് പെയിന്റിങ് വെച്ചാൽ എന്ത് രസമാണ് പെയിന്റിങ് ഒക്കെ. അതിൻ്റെ ഇടയിൽ കുറെ ചിരിക്കണമുണ്ട്, കുറെ തగ్గടിക്കണുണ്ട് ആള്. ആള് കാണണമല്ലോ വൈബാട്ടാ. പാട്ടൊക്കെ കേട്ടിട്ടേ പണിയൊക്കെ എടുക്കും. ആള് തുടങ്ങിയില്ല. ഞാൻ ഗൾഫിൽ പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു, അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയ ആള്. ഞാൻ അവിടെ വീഡിയോ എടുത്ത് നിൽക്കണ കണ്ടപ്പോഴാണ് കസ്റ്റമർ അന്ന് വിളിക്കണേ, ചേട്ടാ പാമ്പിനെ നടന്ന്. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്ത് നമ്മളെ സെക്ഷനിൽ കൊണ്ട് വന്ന്, പാമ്പിന്റെ സെക്ഷനിലേക്ക് വന്ന്, എന്നിട്ട് അവർക്ക് ഈ പാമ്പിനെ ഇതിനൊക്കെ വെച്ചു കൊടുത്ത്. ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്കാന്നല്ല പാമ്പിനൊക്കെ നല്ല പേടിയായിരുന്നു. അവനും പാമ്പിനെ എടുത്തില്ല, അവർക്ക് സ്ക്യൂറലിനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവനക്ക് നേരം നമ്മൾ ഫ്ലൈങ് സ്ക്യൂറലാണ്ട് വെച്ചു കൊടുത്തു. നമ്മളെ ഗ്ലൈഡറാന്നല്ല തല കയറിയിട്ട് ആ മുടിയൊക്കെ ഇങ്ങനെ കടിച്ചിരുന്നായിരുന്നു. പേരുണ്ടാന്ന് നോക്കാൻ തോന്നുന്നുണ്ട്, അറിയില്ല. ഞാൻ നമ്മളെ ഗ്ലൈഡറിനെ ഹാപ്പി ആക്കി പറഞ്ഞു വരുമ്പോഴത്തേനാ ഏതാണ്ട് എല്ലാ പെയിന്റിങ്ങിന്റെ പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തന്നെ നോക്കി നോക്കാം അങ്ങനെ ഉണ്ട്. ആളെ ഫോണിലുണ്ട് കേട്ടോ ആ ഫോട്ടോ പാമ്പിന്റെ. അത് നോക്കിയിട്ടാണ് ആളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത്രയും കഴിവുള്ള ഒരിക്കലാണ് നമ്മളടുത്ത് നിന്നേരുന്നതാണ് ഞാൻ ആലോചിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലാവ് തന്നെയാവും. ഏതാണ്ട് എന്താണ് വരച്ചതൊക്കെ അടിപൊളിയായിരുന്നു കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് നോക്കൽ തുടങ്ങിട്ടാ. നോക്കൽ തുടങ്ങി ആള് കുറച്ച് മെയിൻ ആവലായിട്ട് തുടങ്ങി. കണ്ടോ കളശോ. ആള് കുറെ അടുത്തുനിന്ന് നോക്കും, കുറെ ലോങ്ങിൽ നോക്കും. അങ്ങനെ വരച്ചാണ് അതിന്റെ കൈ തരിക്കൽ തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ ആളോട് തന്നെ ഞാൻ ചോദിച്ചു ഒരു കാര്യം, അടിക്കട്ടെ പെയിന്റ് പ്രശ്നത് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മളെ കണ്ടാ മുതല്. പിന്നെ ചേച്ചിമാരെല്ലാവരും വന്നിങ്ങനെ നോക്കൽ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിലാണ് ആർട്ടിസ്റ്റ് സമയമായി പറഞ്ഞിട്ട് ആള് പോയി. ഏതാണ്ട് പാമ്പെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങളും പിന്നെ പാമ്പിന്റെ കുറച്ച് ഡിസൈൻ കൂടി വരക്കാണ്ട് പറഞ്ഞിട്ട് ആള് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫീഡ് വെക്കാൻ പോയി. ഇയാളാന്നുണ്ടെങ്കിൽ ആ മുണ്ടാണ്ട് വന്നിട്ട് ടപ്പേതുകൊണ്ട് പരിപാടികൾ തീർത്തു തുടങ്ങി. അതിനെ കണ്ടില്ല, അയാളെ ഡിസൈൻ തന്നെ നോക്കി പാമ്പിന്റെ എന്ത് പെട്ടെന്ന് ആള് വരച്ചിരുന്നു. ഫൈനലി നമ്മളെ ചിത്രം എല്ലാം അടിപൊളിയാക്കി വരച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ബാക്കില് വേറെ ബിറ്റ് എന്താന്ന് ചോദിച്ചാ ഈ പാമ്പിന്റെ ഈ ചിത്രം വരച്ചിട്ട് കൂട് ആമക്ക് വേണ്ടിട്ടാ. കണ്ടില്ല ആമ, ഈ ആമക്ക് വേണ്ടിയിട്ടാണ് ഈ പാമ്പിന്റെ ചിത്രം വരച്ചിരിക്കുന്നത്. അതാണ് ബിറ്റ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.